ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ പശുവും പാലും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടാണ് നമ്മളിത് വേവിക്കാനായിട്ട് ഇടുന്നത്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ചെറുപയർ പരിപ്പിന് ഒരു 2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോവരുത്, എന്നാൽ നന്നായിട്ട് വേവും വേണം. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു പരിപ്പിൻ്റെ ഷേപ്പൊന്നും പോയിട്ടില്ല, പക്ഷേ നന്നായിട്ട് വേവും ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് എടുത്ത് ഒന്ന് ഇതുപോലെ നോക്കിയാൽ നന്നായിട്ട് വേവും വേണം. ആ ഒരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്കായ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്കിനി പശുവും പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് പശുവും പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 മുതൽ 2.5 കപ്പ് പശുവും പാല് വരെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള ചവ്വരി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് നേരിട്ട് ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ ചവ്വരി ആണെങ്കിൽ ഒരു ഇത്തിരി വലിപ്പമുള്ള സാധാരണ ചവ്വരി ഉണ്ടല്ലോ, ഒരു മീഡിയം സൈസിലുള്ളത്, അതാണെങ്കിൽ ആദ്യം വേവിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഈ കുഞ്ഞായതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് വേവായിട്ട് കിട്ടുകയും ചെയ്യും. ഒന്ന് തിള വന്നാൽ മതി, അപ്പം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് നമ്മുടെ ചവ്വരി വെന്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളവന്ന ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കൂലേ, ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.